ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ സ്വന്തം നാട്ടിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇത്രയേറെ വേർക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വാങ്കഡയിലെ പിച്ചിൽ ചെറിയൊരു മൂടൽമഞ്ഞും പന്തിന് ലഭിച്ച അപ്രതീക്ഷിത സ്വിങ്ങും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ശരിക്കും വട്ടം കറക്കി. 162 റൺസ് എന്നത് വാങ്കഡയിൽ അത്ര വലിയ സ്കോറൊന്നുമല്ല. ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ കരുത്തും സ്കൈയുടെ മികച്ച ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു ഇന്നിങ്സും ഒരു 84 റൺസിൻ്റെ ഇന്നിങ്സുമാണ് ഇന്ത്യയെ സത്യത്തിലെ തോൽവിയിൽ നിന്നും ഇന്ന് രക്ഷിച്ചെടുത്തത്. ഒരു ഗംഭീര തുടക്കം പ്രതീക്ഷിച്ച നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ 0-ന് പുറത്തായി. US താരം അലി ഖാൻ്റെ കൃത്യതയാർന്ന ഒരു ലെങ്ത് ബോളിൽ അഭിഷേക് പുറത്താകുമ്പോൾ സത്യത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇഷാൻ കിഷൻ ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ടൈമിംഗ് കണ്ടെത്താൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഷാഡ്ലി വാൻഷിക് എറിഞ്ഞ പവർ പ്ലേയിലെ അവസാന ഓവറിൽ കിഷാൻ 15 പന്തിൽ 20 റൺസ് എടുത്ത് മടങ്ങി. ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ 6ാം ഓവർ ശരിക്കും ആരാധകർക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും എല്ലാവർക്കും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഓവറാണ്. 3 വിക്കറ്റുകളാണ് ആ ഓവറിൽ മാത്രം വീണത്. വാൻഷിക് എറിഞ്ഞ ആ ഓവറിൽ 25 റൺസ് എടുത്ത തിലക് വർമ്മയെയും സ്പിൻ അറ്റാക്കിംഗ് സ്പെഷ്യലിസ്റ്റായ ശിവം ദുബെയെയും പുറത്താക്കി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യ 46 റൺസിന് 4 വിക്കറ്റ് എന്ന അതിദയനീയ നിലയിലായിരുന്നു. അമേരിക്കൻ ബൗളർമാർ ഇന്ന് പുലർത്തിയ അച്ചടക്കം ശരിക്കും ദ ബെസ്റ്റ് ആയിരുന്നു. വാങ്കഡയിലെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയ രീതി വളരെ ശ്രദ്ധേയമാണ്. USA സൈഡിൽ നിന്നും യഥാർത്ഥത്തിൽ മത്സരത്തിലെ താരം ഷാഡ്ലി വാൻഷിക് തന്നെയാണ്. 4 ഓവറിൽ 25 റൺസ് മാത്രം ഇട്ടുകൊടുത്ത് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. വാങ്കഡയിലെ വിക്കറ്റിൽ പന്ത് അല്പം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇത് മനസ്സിലാക്കി സൗരവ് നേത്രവൽക്കറും മുഹമ്മദ് മൂസിനും എറിഞ്ഞ സ്ലോവർ ബോളുകൾ ഇന്ത്യയുടെ ഹിറ്റർമാരെ ശരിക്കും കുഴക്കി. 5 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയെയും 6 റൺസ് എടുത്ത റിങ്കു സിംഗിനെയും ഇതുവഴിയാണ് അവർ പുറത്താക്കിയത്. ഹർമിത് സിംഗ് തൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഉപയോഗിച്ചു. അക്സർ പട്ടേലിനെ പുറത്താക്കിയ അദ്ദേഹത്തിൻ്റെ ബോൾ സ്പിൻ ചെയ്ത രീതി വളരെ കിടിലനായിരുന്നു. മറ്റെല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ശരിക്കും കാണിച്ചു തന്ന ഒരു കളിയായിരുന്നു ഇത്. ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും സൂര്യ കുലുങ്ങിയില്ല. ആദ്യം സാവധാനം ഇന്നിങ്സ് കെട്ടിപ്പടുത്ത അദ്ദേഹം പിന്നീട് തൻ്റെ തനത് ശൈലിയിലേക്ക് മാറി. 47 പന്തിൽ 83 റൺസാണ് സൂര്യകുമാർ യാദവ് അടിച്ചു കൂട്ടിയത്. ഇതിൽ 7 ഫോറുകളും 4 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെടുന്നു. പ്രത്യേകിച്ചും അവസാന ഓവറിൽ സൗരവ് നേത്രവൽക്കറെ തുടർച്ചയായി 6-നും 4-നും പായിച്ച സൂര്യ ഇന്ത്യയുടെ സ്കോർ 150 കടത്തി. സൂര്യയുടെ ഈ പോരാട്ടമില്ലായിരുന്നെങ്കിൽ ഇന്ത്യ 100 കടക്കാൻ പോലും പ്രയാസപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഇന്നിങ്സ് ഇന്ത്യയെ 161-9 എന്ന പോരാടാൻ കഴിയുന്ന ഒരു സ്കോറിലേക്ക് എത്തിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയും വെറും ഒരു അസോസിയേറ്റ് നാഷനായ US-ഉം തമ്മിലുള്ള പോരാട്ടം അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കിടിലൻ ക്രിക്കറ്റ് ത്രില്ലർ തന്നെയായിരുന്നു. ടോസ് നേടിയ USA നായകൻ മനോഹർ പട്ടേൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചപ്പോൾ സ്കോർ ബോർഡിൽ ഒരു വമ്പൻ സ്കോർ എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ വലിയൊരു ബാറ്റിംഗ് കൊളാപ്സാണ് ആദ്യ 30 മിനിറ്റിൽ പിന്നീട് നമ്മൾ കണ്ടത്. ഇന്ത്യൻ ടീം 77-6 എന്ന നിലയിൽ പരാജയ ഭീതിയിലായിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തൻ്റെ വിശ്വരൂപം ശരിക്കും പുറത്തെടുത്തത്. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും സൂര്യ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളി മുന്നോട്ട് നയിച്ചു. തുടക്കത്തിൽ വളരെ ക്ഷമയോടെ കളിച്ച സൂര്യ അവസരം കിട്ടിയപ്പോൾ US ബൗളർമാരെ കടന്നാക്രമിച്ചു. മിസ്റ്റർ 360 ഡിഗ്രി തൻ്റെ ട്രേഡ് മാർക്ക് ലാപ്പ് ഷോട്ടുകളിലൂടെ കാണികളെ ശരിക്കും ആവേശത്തിലാക്കി. 162 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ USAക്ക് തുടക്കം തന്നെ പിഴച്ചു. ഹർഷദീപ് സിംഗ് തൻ്റെ ആദ്യ ഓവറിൽ തന്നെ US നായകൻ മോണാക് പട്ടേലിനെ 0-ന് പുറത്താക്കി. US നിരയിൽ സഞ്ജയ് കൃഷ്ണമൂർത്തി 37 റൺസ് എടുത്ത് മികച്ച പ്രകടനം നടത്തി. അക്സർ പട്ടേലിനെതിരെ ഒരു പടുകൂറ്റൻ സിക്സർ പായിച്ച സഞ്ജയ് മധ്യ ഓവറുകളിൽ US-ന് നല്ല പ്രതീക്ഷ നൽകി എന്ന് തന്നെ പറയും. അവസാന ഓവറുകളിൽ ശുഭം രഞ്ജനെ 37 റൺസ് ഇന്ത്യയെ അല്പം ഭയപ്പെടുത്തി. മുഹമ്മദ് സിറാജിനെതിരെ ഒരു സിക്സർ പായിച്ച അദ്ദേഹം പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യം വളരെ അകലെയായിരുന്നു. ഇന്ത്യൻ ബൗളിംഗ് നിര ഇന്ന് സമ്മിശ്രമായ പ്രകടനമാണ് ശരിക്കും കാഴ്ചവെച്ചത്. ഹർഷദീപ് സിംഗ് പ്രധാനപ്പെട്ട 2 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ക്യാപ്റ്റൻ മോണാക് പട്ടേലിനെയും മോഹ്സിൻ ഖാൻ്റെയും വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. മാത്രവുമല്ല 4 ഓവറിൽ വെറും 18 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ഒരു ഓവറിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തി, അതായത് സഞ്ജയ് കൃഷ്ണമൂർത്തി, ഹർമിത് സിംഗ് തുടങ്ങിയവരുടെ വിക്കറ്റുകൾ വീഴ്ത്തി അക്സർ പട്ടേൽ USA-യുടെ അവസാന പ്രതീക്ഷകളെയും തകർത്തു. പരുക്ക് പറ്റി പുറത്തുപോയ ഹർഷിത് റാണയ്ക്ക് പകരമായി ടീമിലെത്തിയ മുഹമ്മദ് സിറാജും ഇന്ന് മികച്ച രീതിയിൽ ബോൾ ചെയ്യുകയുണ്ടായി. പക്ഷേ ലോക 1-ാം നമ്പർ ബോളറായ വരുൺ ചക്രവർത്തിയും ഹാർദിക് പാണ്ഡ്യയും മികച്ച രീതിയിലല്ല ഇന്ന് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ 34 റൺസാണ് ഹാർദിക് പാണ്ഡ്യ വഴങ്ങിയത്. സ്ലോ പിച്ചായിട്ടും വരുണിന് ഇന്ന് വലിയ സ്വാധീനം ചെലുത്താനും ആയില്ല. USA സംബന്ധിച്ചിടത്തോളം ഈ തോൽവിയിലും അവർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്.
ലോക ചാമ്പ്യന്മാരെ 77 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അവരുടെ വളർച്ചയുടെ അടയാളമാണ്. ബൗളിങ്ങിൽ ഷാഡ്ലി വാൻഷിക്ക് 25 റൺസിന് 4 വിക്കറ്റ് നടത്തിയ പ്രകടനം ടൂർണമെൻറ്റിലുടനീളം അവർക്ക് കരുത്താകും. ഇന്ത്യ 29 റൺസിന് വിജയിച്ചു. സൂര്യകുമാർ യാദവാണ് ഇന്നത്തെ കളിയുടെ താരം. 47 പന്തിൽ അദ്ദേഹം 84 റൺസാണ് അടിച്ചുകൂട്ടിയത്.